ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. രാവിലത്തെ വ്ളോഗല്ല, ഒരു 10 മണിക്ക് ശേഷമുള്ള വ്ളോഗ് കേട്ടോ. അതിപ്പോൾ ഞാൻ കടയിലേക്ക് പോയിട്ട് വന്നാണ്. ചാറൊക്കെ വയ്ക്കാനുള്ള തേങ്ങയും പപ്പടമൊക്കെ മേടിച്ചിട്ട് വന്നത്. പശുവും പാലിലെ മറ്റേ അടയില്ലേ, പാല് കാച്ചതിൻ്റെ, ഇത് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. കുറേ ആകുമ്പോൾ അതിൽ നെയ്യ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതും കൂടി എടുത്ത് വെച്ചു. പിന്നെ ബാക്കി പാലുണ്ടായിരുന്നു, ഞാൻ കാച്ചി കുടിച്ചു കേട്ടോ. അപ്പോൾ ചൂടല്ലേ, ശരീരം ഹീറ്റ് ചൂടാവണ്ടെന്ന് കരുതിയിട്ട് ഒരു പാലൊക്കെ ഉള്ളത് ഞാൻ കാച്ചി കുടിച്ചു. ഇതിൽ പകുതി ഞാൻ കുടിച്ചുള്ളൂ കേട്ടോ. ഈ പാലിൽ പകുതി ഞാൻ എനിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, രാവിലെ തന്നെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ അംഗനവാടി പോകുമ്പോൾ മോൾക്ക് അപ്പം തരട്ടെ കേട്ടപ്പോൾ വേണ്ട, എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചോറൊക്കെ നേരത്തെ ആക്കി. പിന്നെ കറി ഉണ്ടാക്കാനാണ് ആലോചിച്ചിരുന്നത്. അപ്പോൾ കറിക്ക് ഞാൻ പരിപ്പിച്ചാറാണ് വെച്ച്, പരിപ്പിക്കറി. വഴുതിരിങ്ങയും ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാള ഇട്ടിട്ട് പരിപ്പ് വേവിച്ചിട്ടൊക്കെ വെക്കില്ലേ, അപ്പോൾ അങ്ങനത്തെ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ചൂട് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം തന്നെ 2 ദിവസത്തെ ഒരിക്കലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി തട്ടിക്കൂട്ടി ഞാൻ ഒരു കറി വെച്ച്, തേങ്ങയും പുളിയൊക്കെ ഒഴിച്ചിട്ട് പരിപ്പും കഷ്ണങ്ങളൊക്കെ വേകാനിട്ടിട്ടുണ്ടായിരുന്നു. പുളിയൊക്കെ കുതിരാനിട്ടിട്ടാണ് ഞാൻ കറി വെച്ചത്. എനിക്ക് കുടിക്കാനുള്ള പാലായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാച്ചിട്ട് അങ്ങനെ എടുത്തില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കുടിച്ചത്. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പിന്നെ സൊസൈറ്റിയിൽ പോയിട്ട് പാൽ മേടിച്ചിട്ട് വന്നു. അതും കാച്ചി വെച്ചു. തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. മുറ്റം കംപ്ലീറ്റും വൃത്തിയാക്കി അടിച്ചതാണ്. പിന്നെ 2ാം പ്രാവശ്യം കാറ്റുകാരായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുപ്പിയും ചവറൊക്കെ പറന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ ഷവർമ്മ പോലെ ഉണ്ടാക്കിയിട്ടാണ്. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ചിക്കനൊക്കെ വെച്ചിട്ട് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോയാൽ എൻ്റെ മോളതൊന്നും സമ്മതിച്ചില്ല.